എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാന്ത, നൈറ്റ് റൈഡേഴ്സ്, ഡൈസ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് തമ്മ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രശ്മിക നായിക സിനിമയാണ് തമ്മ. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 2-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിഷ്ണു വിശാലാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ആര്യൻ. ഇപ്പോൾ ഇതാ നെറ്റ്ഫ്ലിക്സ് ആണ് ആര്യൻ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം 28-നാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെൻ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് ഇന്നസെൻ്റ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അനാർക്കലി മാരാറടക്കം ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ഇന്നസെൻറ്റിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്കോട് കൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2023-ലാണ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ മനോരമാക്സ് ആണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ നവംബർ മാസം 28-ന് മുന്നേ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണ് ബൈസൺ. വിക്രമിൻ്റെ മകൻ ധ്രുവ് വിക്രമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ ബൈസൺ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ നവംബർ മാസം 21-നാണ് ബൈസൺ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രൈവറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻസ് മീനാക്ഷിയാണ് പ്രൈവറ്റ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു എവറേജ് മൂവിയാണ്. ഇപ്പോൾ ഇതാ മനോരമാക്സിൽ പ്രൈവറ്റിൻ്റെ കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. അടുത്ത വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മനോരമാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് എന്ന് സ്വന്തം പുണ്യാളൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു റൊമാൻറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ OTT അവകാശം മനോരമാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് ഈ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസായത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോൾ ഇതാ മാസങ്ങൾക്ക് ശേഷം മനോരമാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. നിവിൻ പോളിയാണ് രാമചന്ദ്ര ബോസർഗൻ സിനിമയിലെ നായകൻ. 2023-ലാണ് സിനിമ റിലീസായത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ദി ഗേൾ ഫ്രണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രശ്മിക മന്ദാനയാണ് സിനിമയിലെ നായിക. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ദി ഗേൾ ഫ്രണ്ടിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. മലയാളം ഭാഷയിലും സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഭൂഗി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സ്വാസിക അടക്കം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു തമിഴ് സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കാന്ത എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് കാന്ത. പക്ഷേ സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് സിനിമ പെട്ടെന്ന് വാഷൗട്ട് ആവുകയും ചെയ്തു. മലയാളത്തിൽ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട്. കാന്ത സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കാന്തയുടെ OTT അവകാശം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ 2-ന് കാന്ത സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷറഫുദ്ദീൻ നായകന സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 10 കോടി സിനിമ കളക്ഷൻ നേടി. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിലാണ് സിനിമയുടെ OTT റിലീസ്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.